സംസ്ഥാന മന്ത്രിസഭയിൽ കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസ് അംഗമാകുമെന്ന് റിപ്പോർട്ടുകൾ. അന്തിമ തീരുമാനം എൻ.സി.പി. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം. എൻ.സി.പി. ജില്ലാ പ്രസിഡന്റുമാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പി.സി. ചാക്കോ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ശരത് പവാർ നിലവിലെ മന്ത്രി എ.കെ. ശശീന്ദ്രനുമായും തോമസ് കെ തോമസുമായും ചർച്ച ചെയ്യും. എൻ.സി.പിയുടെ നിർണായക യോഗം ഈ മാസം 19-ന് കൊച്ചിയിൽ നടക്കും. അതോടെ ചിത്രം കൂടുതൽ വ്യക്തമാകും എന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിൽ തോമസ് കെ തോമസിന്റെ സഹോദരനും കുട്ടനാട് എം.എൽ.എയുമായിരുന്ന തോമസ് ചാണ്ടി മന്ത്രിപദം അലങ്കരിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ ഭരണകക്ഷി എം.എൽ.എ. ഉയർത്തിയത് ഗുരുതര ആരോപണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും ചേർന്ന് എല്ലാത്തരം വൃത്തികേടുകളും നടത്തുന്നു എന്നാണ് ഒരു ഭരണകക്ഷി എം.എൽ.എ. പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹരിപ്പാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവറിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നത് ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. 100% കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പി ശശിയാണ്. കേരളത്തിന്റെ DGP എന്ന് പറയുന്ന ADGP ആണ്. ഇവിടെ മുഖ്യമന്ത്രിയും ഇല്ല, DGPയും ഇല്ല. DGP ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. ഈ തരത്തിൽ കേരള പോലീസിനെ അധപ്പതിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടാകില്ല. എന്തെല്ലാം ആരോപണമാണ് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA പുറത്തു കൊണ്ടിരുന്നത്. കേസിലെ ഒരു പ്രതിയായിട്ടുള്ള ഒരു SP-യുടെ സംഭാഷണം പുറത്തു വന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതുപോലൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നാണമില്ലാതെ വീണ്ടും ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അപമാനകരമായ സ്ഥിതിവിശേഷമല്ലേ ഈ ഇടതുമുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കി. ADGPയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് സ്വർണ്ണക്കടത്ത് കച്ചവടം വരെ നടത്തുന്നു എന്നാണ് അൻവർ പറയുന്നത്. ഇത്രയും ആരോപണങ്ങൾ ഉയരുമ്പോഴും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വ്യക്തമായ മറുപടി പറയാത്തതെന്നും ചെന്നിത്തല ചോദിച്ചു. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2023-24 നെല്ലുവില ലഭിക്കാനുള്ള കർഷകർക്ക് വില ഉടൻ നൽകണമെന്നും 32 രൂപ 52 പൈസ വില നിശ്ചയിച്ച് നെല്ല് സംഭരണ നയം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതി നേതാക്കൾ കുട്ടനാട് പാടി മാർക്കറ്റിംഗ് ഓഫീസറുടെ ക്യാബിനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സമരം. സാറേ, ഞങ്ങൾ പോകത്തില്ല ഇവിടുന്ന്. ഞാൻ പോകത്തില്ല. ആര് പോയാലും ഞാൻ പോകത്തില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്റെ കാശ് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ കോളേജിലോട്ട് ഫീസ് അയച്ചു ഞാൻ പൊക്കോളാം ഇവിടുന്ന്. ഇന്ന് സപ്ലൈകോയ്ക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഓരോന്നിനും അങ്ങനെ രേഖകൾ ഹാജരാക്കാൻ പോകുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ മാത്രമേ. നെൽകർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന്, സംസ്ഥാന നേതാക്കളായ ജോസ് കാവനാട്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, വേലായുധൻ നായർ എന്നിവരാണ് സമരം നയിച്ചത്. പാടി ഓഫീസറും പുളിങ്ങുന്ന് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും സിവിൽ സപ്ലൈസ് MDയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമരം അവസാനിപ്പിച്ചത്. നേതാക്കൾ പാടി ഓഫീസിനകത്ത് സമരം നടത്തിയപ്പോൾ പുറത്ത് വില ലഭിക്കാനുള്ള കർഷകരുടെ പ്രതിഷേധ യോഗവും നടന്നു. NKSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് KB മോഹനൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമരത്തിന്റെ വിജയാഹ്ലാദ പ്രകടനവും നടന്നു. ഷാരോൺ ടിറ്റോ, ലാലി PJ, പ്രിൻസ് P. തോമസ്, വർഗീസ് മാത്യു, സരസമ്മ ഗോപി, അന്നമ്മ മാത്യു, മറിയാമ്മ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നെൽകർഷക സംരക്ഷണ സമിതി ഇന്ന് മങ്കൊമ്പിലെ പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ തട്ടിപ്പ് സമരമാണ് നടത്തിയതെന്ന ആരോപണവുമായി CPI കുട്ടനാട് നോർത്ത് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി R. രാജേന്ദ്രകുമാർ. സർക്കാർ 50 കോടി രൂപ അനുവദിച്ച വിവരം മനസ്സിലാക്കിയ ശേഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് സമരം നടത്തുകയായിരുന്നു ഇവരെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ചിലർ സംഘടന രൂപീകരിച്ച് കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കുട്ടനാട്ടിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് R. രാജേന്ദ്രകുമാർ ആരോപിച്ചു. നെല്ലിന്റെ വില കിട്ടാനുള്ള മുഴുവൻ കൃഷിക്കാർക്കും ലഭ്യമാക്കത്തക്ക വിധം സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. കുട്ടനാട് പാടി ഓഫീസ് ഇന്ന് ഈ തുക കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇത് ചില ഉദ്യോഗസ്ഥർ മുഖേന അറിഞ്ഞതിനെ തുടർന്നാണ് പാടി ഓഫീസ് പടിക്കൽ തട്ടിപ്പ് സമരം നടത്തിയതെന്നും രാജേന്ദ്രകുമാർ ആരോപിച്ചു. സർക്കാർ കൃത്യമായും ഇപ്പോൾ 50 കോടി രൂപ ഇത് കൊടുത്തു തീർക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട്.
ആ 50 കോടിയിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ട 11.03 കോടി ഇത്രയും കൃത്യമായി അനുവദിക്കുകയും നമുക്കുള്ള വിഹിതം ഇന്ന് പാഡി ഓഫീസിൽ വരികയും പാഡി ഓഫീസർ അത് കൈപ്പറ്റുകയും ചെയ്തു. ഇനി അതിൻ്റെ വിവിധ പ്രോസസ്സിംഗ് എല്ലാം പൂർത്തീകരിച്ച് ഒരു 4-5 ദിവസത്തിനുള്ളിൽ കൃഷിക്കാരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം കൃത്യമായി കയറും എന്നത് വസ്തുതയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുറേ നാളായി കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ ഹോൾസെയിൽ ഏറ്റെടുക്കുന്ന ചില സംഘടനകളുണ്ട്. അതിലൊരു സംഘടന ഇന്ന് ഈ വിവരം അറിഞ്ഞുകൊണ്ട് പാഡി ഓഫീസിൽ സമരം നടത്തുകയാണ്. സമരം നടത്തുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഒരു 4 ദിവസം കഴിയുമ്പോൾ കൃഷിക്കാരന് പൈസ കിട്ടുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ സമരം ചെയ്ത് മേടിച്ചെന്നാണെന്ന് പറയുകയും അതിലൂടെ അവർക്ക് ആവശ്യമായ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ പ്രവർത്തനം നടത്തി വരികയാണ് കുട്ടനാട്ടിലെ ചില സംഘടനകൾ. ഇത്തരക്കാരുടെ കെണിയിൽ വീഴരുതെന്നും കർഷകർ വസ്തുതകൾ തിരിച്ചറിയണമെന്നും ആർ രാജേന്ദ്രകുമാർ പറഞ്ഞു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് നടത്തുമെന്ന തീയതി അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി അംഗങ്ങൾ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് നിവേദനം നൽകി. തീയതി പ്രഖ്യാപിക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. ഈ വള്ളംകളി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം സാഹചര്യങ്ങൾക്ക് അങ്ങേക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ 1000-ഓളം വരുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. എപ്പോൾ വിളിച്ചാലും അങ്ങയുടെ കൂടെ ഈ വള്ളംകളി നടത്തുന്നതിന് വേണ്ടിയിട്ട് വള്ളംകളി നടത്തുമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ യോഗം ചേർന്ന് തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യമാണ് വള്ളംകളി സംരക്ഷണ സമിതി അംഗങ്ങൾ നിവേദനത്തിലൂടെ കളക്ടറോട് ഉന്നയിച്ചത്. തങ്ങളുമായി കളക്ടർ സംസാരിച്ചെന്നും അനുകൂലമായ നിലപാടാണ് കളക്ടർക്കുള്ളതെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. അതേസമയം വള്ളംകളിയുടെ തീയതി പ്രഖ്യാപിക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു. ഇതുവരെ തീയതി ഒഫീഷ്യലായിട്ട് നമ്മളെ ആരും അറിയിച്ചിട്ടില്ല. ഇപ്പം NDBR സൊസൈറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ടൂറിസം മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞു അദ്ദേഹം അലോട്ട് ചെയ്യാനുള്ള 1 കോടി രൂപ അദ്ദേഹം അലോട്ട് ചെയ്യാം. ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് NDBR സൊസൈറ്റിയാണ്. അതിൻ്റെ ചെയർമാൻ നമ്മൾ ജില്ലാ കളക്ടറാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നു ഡേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനിശ്ചിതമായി ഇത് നീണ്ടു പോവുകയാണല്ലോ, ഇതിങ്ങനെ എത്ര കാലം നീണ്ടു പോകുമെന്നാണ്? ഏതെങ്കിലും ഒരു ദിവസത്തിനുള്ളിൽ തീയതി പ്രഖ്യാപനം ഉണ്ടാകുന്ന ഇതിന്റെ ബോട്ട് ക്ലബിന്റെ പ്രതിനിധികളോട് നമുക്കത് ഞങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടറെ കണ്ടപ്പോൾ ഞങ്ങൾ അനുയോജ്യമായ ഒരു ഡേറ്റ് അദ്ദേഹത്തിന് കൊടുത്തു. സെപ്റ്റംബർ മാസം 28-ാം തീയതി അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എടുത്ത് നന്ദി പറയേണ്ടത് ഇല്ലാതായി പോകുമെന്ന് ഭയപ്പെട്ട ഈ വള്ളംകളിയെ ശക്തമായിട്ട് തിരിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങളുടെ ശക്തമായ ഇടപെടൽ പേരെടുത്ത് പറയുന്നില്ല. കേരളവും വള്ളംകളി പ്രേമികളും ജലോത്സവ കമ്മിറ്റികളും കടപ്പെട്ടിരിക്കുന്ന ഒരു ശക്തമായ ഇടപെടലാണ് മീഡിയ ഉണ്ടായത്. പ്രജിത്ത് പുത്തൻവീട്ടിൽ, ജോഷി കാവാലം, മോൻസി ചമ്പക്കുളം, പ്രിറ്റി ചാക്കോ, ബിനു പള്ളാത്തുരുത്തി, സുധി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കളക്ടർക്ക് നിവേദനം നൽകിയത്. തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവ സ്ഥാപിച്ച ചങ്ങനാശ്ശേരി ചന്തയുടെയും ബോട്ട് ജെട്ടിയുടെയും പ്രൗഢി വീണ്ടെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമുയരുന്നു. ഈ ആവശ്യമുന്നയിച്ച് AC കനാൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബോട്ട് ജെട്ടിയിൽ പ്രതിഷേധ സംഗമം ചേർന്നു. ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ നിന്നും പടിഞ്ഞാറൻ മേഖലകളിലേക്കുള്ള ജലഗതാഗതം സുഗമമാക്കിയാൽ അത് ബോട്ട് ജെട്ടിയുടെയും ചങ്ങനാശ്ശേരി ചന്തയുടെയും നിലവിലുള്ള ശോച്യാവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാൻ മഠം അഭിപ്രായപ്പെട്ടു. ഈ ചങ്ങനാശ്ശേരി ബോട്ടിൽ നിന്നും ഈ ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്നുമാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ സാധനങ്ങൾ ഉൾപ്പെടെ പലവ്യഞ്ജന സാധനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മലഞ്ചെരുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ സാധനങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിലും കച്ചവട താല്പര്യത്തോടെയും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വള്ളത്തിലൂടെയും അതോടൊപ്പം തന്നെ ബോട്ട് ജലഗതാഗതത്തിലൂടെയും വിവിധ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ ബോട്ട് ജെട്ടി പൂർണ്ണമായും ഈ ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റും ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ജലഗതാഗത സംവിധാനം പൂർണ്ണമായും താറുമാറായിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടുകയും ബോട്ട് ജെട്ടിയുടെയും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ചന്തയുടെയും വികസനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു പ്രതിഷേധ സമരവുമായി ഈ പ്രദേശവാസികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പോയ കാലങ്ങളിൽ ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെയും ബോട്ട് ജെട്ടിയുടെയും ഖ്യാതി സംസ്ഥാനമെമ്പാടും അതിൻ്റെ വ്യാപാര സാധ്യതകളാൽ നിറഞ്ഞു നിന്നിരുന്നതായും നൈനാൻ തോമസ് പറഞ്ഞു. അങ്ങാടിയും ബോട്ട് ജെട്ടിയും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കനാലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക,
KC പാലം അടിയന്തരമായി ഉയർത്തിപ്പണിയുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. AC കനാൽ സംരക്ഷണ സമിതി ചങ്ങനാശ്ശേരി മേഖലാ കൺവീനർ സൈബി അക്കര അധ്യക്ഷനായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ടോമിച്ചൻ അയ്യരികുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. സമിതി അംഗങ്ങളായ കുഞ്ഞുമൺ തൂമ്പുങ്കൽ, KS ആന്റണി, ഔസേപ്പച്ചൻ ചെറുകട്ട്, ലിസി പൗവക്കര തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ വാരാഘോഷവും ഇംഗ്ലീഷ് അസോസിയേഷൻ ഉദ്ഘാടനവും ഗുരുവന്ദനവും നടന്നു. വാരാഘോഷ പരിപാടിയും സിൽവർ ജൂബിലി ആഘോഷങ്ങളും മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സമകാലിക സാമൂഹിക ജീവിതത്തിന്റെ ധനകാഴ്ചകളെ ഹൃദയസ്പർശിയായ ജനതയെ എത്തിക്കുന്ന ഏറ്റവും നല്ല ആദ്യമാണ്. സാമൂഹിക വിരുദ്ധതയ്ക്ക് വേണ്ടി തൂലിയ കടവാളങ്ങൾ ചെലവിച്ചുകൊണ്ട് സാന്നിധ്യ സൃഷ്ടികൾ നടത്തിയപ്പോഴാണ് ഇന്ന് കാണുന്ന സാമൂഹിക വലിയ രൂപത്തിലുള്ള വഴിയൊരുക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് സാഹിത്യ പരാമർശം സംഘടിപ്പിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു സാഹിത്യ പ്രഭാഷണം നടന്നതല്ല, ഞാൻ ചില കവിതകൾ ചില നിങ്ങളെല്ലാം വായിക്കുന്നവരാണെങ്കിൽ ആ കവിത ഏതാണെന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് A. അജികുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപക പ്രതിഭകളെ ആദരിക്കുന്ന ഗുരുവന്ദനം ചടങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS. പ്രശാന്തും ഇംഗ്ലീഷ് സാഹിത്യ അസോസിയേഷന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ ബെന്യാമിനും നിർവഹിച്ചു. DP പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകല S. മുഖ്യപ്രഭാഷണം നടത്തി. MG യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർമാരായ MS. ഉണ്ണി, ഐശ്വര്യദാസ്, കോളേജ് കൗൺസിൽ സെക്രട്ടറി G. ആതിര, ഓഫീസ് സൂപ്രണ്ട് സന്തോഷ് കുമാർ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് കുമാർ, PTA സെക്രട്ടറി ഡോക്ടർ ധന്യ ബാബു, ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ആരതി രാജ്, ഡോക്ടർ അഞ്ജലി ജഗദീഷ് എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 6 വരെ നടക്കുന്ന സാഹിത്യ വാരാഘോഷ പരിപാടിയുടെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ സാംസ്കാരിക സാഹിത്യരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന സംവാദങ്ങളും ചർച്ചകളും നടക്കും. കാരുണ്യത്തിന്റെ മുഖവുമായി രാമങ്കരിയിൽ നിന്നും ഒരു കൊച്ചുമിടുക്കൻ. 13ാം വാർഡ് വേഴപ്ര കുന്നങ്കരിക്കളം ഷിജു അഞ്ജു ദമ്പതികളുടെ മകൻ ആദിദേവാണ് സൈക്കിൾ വാങ്ങുവാൻ കുടുക്കയിൽ നിക്ഷേപിച്ച പണം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത്. മണലാടി സെന്റ് മേരീസ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിദേവ്. ഈ കുഞ്ഞു മനസ്സിന്റെ ഒരാഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ സ്വന്തമാക്കുക എന്നത്. 2 വർഷമായി ഈ കുരുന്ന് അതിനായി കുടുക്കയിൽ പണം നിക്ഷേപിച്ചു പോകുന്നു. എന്നാൽ വയനാടിന്റെ വിലാപത്തിന് മുന്നിൽ ഈ കുഞ്ഞു മനസ്സിൽ നിന്നും സൈക്കിൾ വാങ്ങണമെന്ന ആഗ്രഹം മാഞ്ഞുപോയെന്ന് ആദിദേവിന്റെ അമ്മ അഞ്ജു പറയുന്നു. സൈക്കിൾ നൽകിയ പൈസയാണ് പൈസയാണ്. അപ്പോൾ അത് ഇങ്ങനൊരു കാര്യം നമ്മൾ പറഞ്ഞതും വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ചും TV യിൽ കാണുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ചോദിച്ചു ഇത് കൊടുക്കാം, നമുക്കില്ല നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ദുരിതാശ്വാസത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പാവങ്ങൾക്ക് വീടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നടത്തപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞ അമ്മ ഓക്കെ നമുക്കങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 2 വർഷത്തോളമായി ഇതിൽ പൈസ ഇടുന്നുണ്ടാണ്. ആദിദേവ് ഇതിനോടകം സൈക്കിൾ വാങ്ങുന്നതിനായി 2711 രൂപ കുടുക്കയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നു. ഈ തുകയത്രയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിച്ച് ആദിദേവ് കാരുണ്യത്തിന്റെ മുഖമായി മാറിക്കഴിഞ്ഞു. ഈ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച കൊച്ചു മിടുക്കനെ അനുമോദിക്കാൻ വാർഡ് മെമ്പർ B. സരൺകുമാറും എത്തിയിരുന്നു. രാമഗിരി പഞ്ചായത്ത് 13ാം വാർഡിൽ ഷിജുവിൻ്റെയും അഞ്ജുവിൻ്റെയും മകനായ അപ്പു എന്ന് വിളിക്കുന്ന ആദിദേവ് അവൻ്റെ സമ്പാദ്യം സൈക്കിൾ വാങ്ങാൻ പറ്റുന്ന സമ്പാദ്യം അവൻ ദുരിതാശ്വാസത്തിലേക്ക് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ആ കുഞ്ഞു മനസ്സിന് ഉള്ള എല്ലാ ആശംസയും നമ്മുടെ കുടുംബത്തിനും ആശംസ.
ആദിദേവിന്റെ നന്മ നിറഞ്ഞ തീരുമാനമറിഞ്ഞ് KCV ന്യൂസ് പ്രതിനിധി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ ഒരു ജീവകാരുണ്യ പ്രവർത്തകന്റെ നിശ്ചയദാർഢ്യവും തെളിമയുള്ള മുഖവുമാണ് ആദിദേവിൽ ദർശിക്കാൻ കഴിഞ്ഞത്. അച്ഛൻ ഷിജുവും ഈ സന്ദർഭത്തിൽ സന്നിഹിതനായിരുന്നു. അമ്പലപ്പുഴ ചേതന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികളുടെ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. സ്പൈൻ ഇൻജേർഡ് ഡിപെൻഡന്റ് അസോസിയേഷൻ സിദ്ധയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 100 കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ, വസ്ത്രങ്ങൾ, വീൽചെയറുകൾ, വാക്കർ, മരുന്നുകൾ, ഡയപ്പർ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നൽകിയത്. എച്ച് സലാം MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീടിന്റെ ഉള്ളിൽ മാത്രം കഴിയുന്ന അങ്ങനെ ശാരീരികമായ പ്രയാസമുള്ള ആളുകളെ കുറെ മണിക്കൂറുകളെങ്കിലും പുറത്തേക്ക് വന്ന് മറ്റു തരത്തിൽ നമുക്ക് ഒരു മാനസികാവസ്ഥ വ്യത്യാസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സന്ദർഭമാണ് പലപ്പോഴും സിദ്ധ പ്ലാൻ ചെയ്യാറുള്ളത്. അത് ആരുടെയൊക്കെ സഹായം വാങ്ങി ചെയ്യാൻ കഴിയുമോ അതെല്ലാം നന്നായി ആലോചിച്ച് പരിശ്രമിക്കുന്നവരാണ്. ഇവിടെ ശ്രീ ബാബു ആണെങ്കിലും ജോഷി ആണെങ്കിലും രക്ഷാധികാരിയായിട്ട് ഇവിടുത്തെ സംഘടനത്തിൽ ഏറ്റവും മുഖ്യമായി നിൽക്കുന്ന ശാന്താറാമൊക്കെ ആണെങ്കിലും ഏതെല്ലാം തരത്തിൽ സഹായം വാങ്ങാൻ പറ്റും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സഹായിക്കുന്നവരും അല്ലെങ്കിൽ അത് നേതൃത്വം കൊടുക്കുന്നവരും. അപ്പൊ അങ്ങനെ കൂടിച്ചേരലിന്റെ ഭാഗമായി ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഏത് പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ നമ്മൾ കൂടുതൽ കരുത്തരാവുക എന്നുള്ളത് തന്നെയാണ് നിശ്ചയമായിട്ട് പ്രധാനപ്പെട്ട കാര്യം. പുന്നപ്ര JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഗമത്തിൽ ചേതന ട്രഷറർ AP ഗുരുലാൽ അധ്യക്ഷനായി. സിദ്ധ രക്ഷാധികാരി PU ശാന്താറാം, സെക്രട്ടറി ബാബു C വേലംപറമ്പ്, ട്രഷറർ കുഞ്ഞുമോൾ ജോൺകുട്ടി, VK ബൈജു, ഹസൻ M പൈങ്ങാമടം, റൈച്ചൽ ലാലിച്ചൻ, അഷറഫ് എന്നിവർ സംസാരിച്ചു. പുന്നപ്ര മധു, ബിബി വിദ്യാനന്ദൻ എന്നിവരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആൾ ഇന്ത്യ കിസാൻ ഖേത് മസ്ദൂർ സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രഥമ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം രാമങ്കരി മിൽമ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടന സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ അസീസ് പാലക്കാട് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഗ്യാസ് ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനങ്ങൾക്ക് എന്ത് നൽകാറുണ്ട്? സബ്സിഡി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി കൊടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർ കാർബൺ എമിഷൻ നടത്തുന്നില്ല, കാർബൺ പുറത്തു വിടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വാഹനങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? സബ്സിഡി കിട്ടുന്നത്. അപ്പം കാർബൺ ആഗിരണം ചെയ്യുന്ന കാർഷിക പ്രവൃത്തിക്ക് എന്ത് വേണം? കാർബൺ ക്രെഡിറ്റ് വേണം. അവന് സബ്സിഡി നൽകണം, അവന് ആനുകൂല്യങ്ങൾ നൽകണം. അവൻ കാർബൺ എന്തുമാത്രമാണോ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യാനായിട്ട് അവൻ്റെ കൃഷിയിലൂടെ അവൻ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഈ കാർബൺ ആഗിരണത്തിൻ്റെ പേരിൽ കാർബൺ ക്രെഡിറ്റ് അനുവദിക്കേണ്ടതുണ്ട്. MS സ്വാമിനാഥൻ കമ്മീഷൻ ഉൽപാദന ചെലവുമായി ബന്ധപ്പെടുത്തി നിർദ്ദേശിച്ച MSP നിയമം മൂലം ഉറപ്പാക്കണമെന്നും അവശ്യ സാധനങ്ങളുടെ സ്റ്റേറ്റ് ട്രേഡിംഗ് ഏർപ്പെടുത്തി പൊതുവിപണിയിൽ വില നിയന്ത്രിക്കണമെന്നും അബ്ദുൾ അസീസ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 23 ഡൽഹിയിൽ നടക്കുന്ന കർഷക മഹാപഞ്ചായത്തിന് കേരളത്തിൽ നിന്നും കർഷകരെ പങ്കെടുപ്പിക്കാനും കൺവെൻഷനിൽ തീരുമാനമായി. കൺവെൻഷനോടനുബന്ധിച്ച് AIKKMS ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. TK ഗോപിയെ പ്രസിഡന്റായും PR സതീശിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. PK ശശിയാണ് ട്രഷറർ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വൻമരം കടപുഴകി വീണതിനെ തുടർന്ന് മാന്നാറിൽ വീടിന്റെ മതിൽ തകർന്നു. 5ഓളം വൈദ്യുത തൂണുകളും ഒടിഞ്ഞു വീണു. മരം റോഡിന് കുറുകെ വീണു കിടന്നതിനാൽ ഗതാഗത തടസ്സവുമുണ്ടായി. മാന്നാർ യൂണിയൻ ബാങ്ക് കുരട്ടിക്കാട് തട്ടാരുകാവ് റോഡിന് കുറുകെയാണ് സ്വകാര്യ വ്യക്തിയുടെ വീടിന് മുമ്പിൽ നിന്ന വലിയ മരം കടപുഴകി വീണത്. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും നിരന്തരം കടന്നുപോകുന്ന റോഡിൽ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് KSEB ഉടൻ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ചുവട് ദ്രവിച്ചു നിന്ന മരം വീടിന്റെ മതിൽ തകർത്ത് എതിർവശത്തുള്ള വീടിന്റെ മതിലിൽ തട്ടി റോഡിന് കുറുകെ വീണ് കിടന്നതിനാൽ ഗതാഗത തടസ്സവുമുണ്ടായി. മരം മുറിച്ചു നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. GS ഓണസമ്മാന വായ്പാ പദ്ധതി പ്രകാരം SNDP യോഗം കുട്ടനാട് സൗത്ത് യൂണിയന് മൈക്രോ ഫിനാൻസ് 7ാം ഘട്ട വായ്പയായി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അനുവദിച്ച 8 കോടി രൂപയുടെ യൂണിയൻ തല വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു.
ചമ്പക്കുളം അമിച്ചകരി പടിപ്പുരയ്ക്കൽ ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് യൂണിയൻ ചെയർമാൻ പച്ചയിൽ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ യൂണിയൻ കൺവീനർ അഡ്വക്കേറ്റ് പി സുപ്രമോദം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൗൺസിലർമാരായ ഉമേഷ് കൊപ്പാറ, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർമാരായ വിമല പ്രസന്നൻ, സുജി സന്തോഷ്, പോഷക സംഘടനാ ഭാരവാഹികളായ സി പി ശാന്ത, പീയൂഷ് പി പ്രസന്നൻ, സുജിത് മോഹനൻ, പി വി വിജയൻ, ആര്യ അനിൽ, അനുശ്രീ, രൂപേഷ്, ബാങ്ക് മാനേജർ ഉണ്ണികൃഷ്ണൻ, ശാഖാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. 53 മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളിലെ അംഗങ്ങളുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് അമ്പലപ്പുഴ ധനലക്ഷ്മി ബാങ്കിൽ നിന്നും ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ മുഖേന തിങ്കളാഴ്ച മുതൽ പണം ലഭ്യമായി തുടങ്ങും. യൂണിയനിലെ 1000 കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. സംഭവ മഹാസഭ ചങ്ങനാശ്ശേരി പായിപ്പാട് 33-ാം നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടനാ ദിനം ആഘോഷിച്ചു. സംസ്ഥാന വനിതാ യുവജന ഭാരവാഹികൾക്ക് സ്വീകരണവും ഓണാഘോഷവും ഇതോടനുബന്ധിച്ച് നടത്തി. ശാഖാ പ്രസിഡന്റ് ടി കെ ബാലചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് സംഘടനാ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് സമുദായ ആചാര്യൻ മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സംഘടനാ ദിനാഘോഷം വനിതാ സമാജം സംസ്ഥാന പ്രസിഡന്റ് വിജയകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ഓർത്തു നോക്കുക, സംഭവ മഹാസഭ കഴിഞ്ഞ കാലഘട്ടത്തിൽ എങ്ങനെ, ഇപ്പോൾ എങ്ങനെ, ഇനി വരാൻ പോകുന്നത് എങ്ങനെ. കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ച് ഒരുവിധം നമ്മൾ കണ്ടു കഴിഞ്ഞു. മുതിർന്നവര് നമ്മുടെ കുട്ടികൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. നമ്മളുടെ ഇടയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഉയരുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, സാമൂഹ്യപരമായും സാമ്പത്തികപരമായും നമ്മൾ എങ്ങനെ ഉയരുന്നില്ല. നമ്മൾ ഈ കാലഘട്ടം ഇത്രയും എത്തിയിട്ടും നമുക്ക് നമ്മളിലേക്ക് സ്വയം പര്യാപ്തതയാകുന്നില്ല. അജ്ഞത കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് നമുക്ക് നമ്മളെ തന്നെ സ്വയം ചിന്തിക്കുക. ഉദ്ഘാടന യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ടി കെ ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് അനീഷ് കാരക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സമാജം സംസ്ഥാന സെക്രട്ടറി ബിന്ദു സുരേഷ് മല്ലശ്ശേരി, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് പ്ലാപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ആദർശ് പി എസ്, ജോയിന്റ് സെക്രട്ടറി പി എം വിനേഷ്, ട്രഷറർ ദിനേശ് കുമാർ, ശാഖാ സെക്രട്ടറി സി കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വനിതാ യുവജന ഭാരവാഹികൾക്ക് സ്വീകരണവും ഓണാഘോഷവും ഇതോടനുബന്ധിച്ച് നടത്തി. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹൃദയപൂർവ്വം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ക്യാമ്പ് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ രാജു ഉദ്ഘാടനം ചെയ്തു. ഈ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തൃക്കൊടിത്താനത്തെ സ്നേഹിക്കുന്നു, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ നിരന്തരമായി സാമൂഹ്യക്ഷേമ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്നതും ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ളവരുമായിട്ടുള്ള സാധാരണക്കാരുടെ ഒരു സമിതി കൂടിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹൃദയപൂർവ്വം ചാരിറ്റബിൾ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു. ഉദ്ഘാടന യോഗത്തിൽ ഹൃദയപൂർവ്വം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി കെ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ സുവർണകുമാരി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത്, ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ മാൾ മാനേജർ ഷെൽട്ടൻ വി റാഫേൽ, ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി വരുൺ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ന്യൂറോ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് വിജയലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൃക്കൊടിത്താനം പഞ്ചായത്ത്, സർവീസ് സഹകരണ സംഘം, കുടുംബശ്രീ, CDS എന്നിവയും മെഡിക്കൽ ക്യാമ്പിന്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായി. വൻ മദ്യശേഖരം പിടികൂടി. വൻതോതിൽ വിദേശ മദ്യം വീട്ടിൽ ശേഖരിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചുവന്ന തൃക്കുന്നപ്പുഴ പള്ളിപ്പാട്ട് പറയന്തറ വീട്ടിൽ പരമൻ മകൻ രഘുവാണ് എക്സൈസ് വലയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഹരിപ്പാട് എക്സൈസ് സർക്കിൾ പാർട്ടിയും ആലപ്പുഴ IBയും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 204 കുപ്പി മദ്യശേഖരം പിടികൂടിയത്. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ എ കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ AEIGമാരായ G അജിത് കുമാർ, MR സുരേഷ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ K ബിജു, P പ്രവീൺ, സിവിൽ എക്സൈസ് ഓഫീസർ PU ഷിബു എന്നിവർ പങ്കെടുത്തു.
1 ലക്ഷത്തിൽ പരം രൂപയുടെ മദ്യമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.